കേശവ ബലിറാം ഹെഡ്ഗേവാറിനെ അംഗീകരിച്ച മന്ത്രി എം പി രാജേഷ്. ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനിയെന്ന് മന്ത്രി പറഞ്ഞു. ആദ്യം സ്വാതന്ത്ര്യ സമരത്തിൽ ഹെഡ്ഗേവാർ പങ്കെടുത്തിട്ടില്ലെന്നും പാലക്കാട് നഗരസഭാ കെട്ടിടത്തിന് പേര് നൽകുന്നത് ശരിയല്ല എന്നുമായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നത്. ഹെഡ്ഗേവാറിന്റെയും സവർക്കറുടെയും ജീവിതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ ഒരു ഘട്ടമുണ്ട്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഒടുവിൽ മന്ത്രി തിരുത്തി പറഞ്ഞിരിക്കുന്നു, വിവരങ്ങൾ. വീണ, ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തിയ സമയത്താണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ മന്ത്രിയെ കണ്ട സമയത്തായിരുന്നു ഈ ഹെഡ്ഗേവാറുമായി ബന്ധപ്പെട്ട പാലക്കാട് നഗരസഭ ഒരു കെട്ടിടത്തിന് പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിയോട് ചോദിച്ചത്. ഈ സമയത്ത് മന്ത്രി എം പി രാജേഷ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ പേര് നൽകുന്നത് ശരിയല്ല, ഒരു സ്വാതന്ത്ര്യ സമരത്തിലോ ഒന്നും പങ്കെടുക്കാത്ത വ്യക്തിയാണ് ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാർ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ആ സമയത്താണ് നമ്മൾ ജനം TV മന്ത്രിയോട് ചോദിച്ചത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക ആചാര്യനായ EMS നമ്പൂതിരിപ്പാട് എഴുതിയ BJP RSS ഇൻ ദ സർവീസ് ഓഫ് റൈറ്റ് റിയാക്ഷൻ എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് EMS നമ്പൂതിരിപ്പാട് പറയുന്നുണ്ട് ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാർ ഒരു ധീരദേശാഭിമാനിയാണ് എന്നും അദ്ദേഹം 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. അതായത് RSS രൂപീകരിച്ചതിന് ശേഷം 5 വർഷത്തിന് ശേഷം നടക്കുന്ന ആ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉൾപ്പെടെ ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മന്ത്രിയോട് ചോദിച്ചപ്പോഴാണ് മന്ത്രി പിന്നീട് തിരുത്തി അല്ലെങ്കിൽ മാറ്റി പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാതന്ത്ര്യ സമരത്തിൽ ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം അംഗീകരിച്ചു. കേശവ് ബലറാം ഹെഡ്ഗേവാർ മാത്രമല്ല, വീർ സവർക്കർ ഉൾപ്പെടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ പിന്നീട് ഇവർ നിലപാട് മാറ്റി എന്ന തരത്തിൽ പിന്നീട് കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ് മന്ത്രി ഇന്ന് ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ ഈ ഇടതുപക്ഷവും മറ്റുമൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്ന ഒരു കാര്യം ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടേ ഇല്ല എന്നുള്ളതായിരുന്നു. ഏതായാലും അതിൽ കൃത്യമായ EMS എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു താത്വിക ആചാര്യൻ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ ഡോക്ടർ കേശവ് ബലറാം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ സഹിതം നമ്മൾ ചോദിക്കുമ്പോഴാണ് പിന്നീട് പറയും നിലപാട് മാറ്റി. ആദ്യം സമരത്തിൽ പങ്കെടുത്തു, അല്ല അതിനുശേഷമാണ് പിന്നീട് അവർ നിലപാട് മാറ്റിയത്, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് എന്നൊക്കെ തരത്തിൽ കാര്യങ്ങളെ വളച്ച് പിന്നീട് മാറ്റി പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ മന്ത്രി എം പി രാജേഷിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. അതേസമയം തന്നെ എം പി രാജേഷ് മാത്രമല്ല, മുൻ CPM-ന്റെ നേതാവായ മുൻ മന്ത്രി കൂടെ ആയ AK ബാലൻ ഉൾപ്പെടെ സമാന രീതിയിൽ ഈ ഹെഡ്ഗേവാറുമായി ബന്ധപ്പെട്ട് പേര് നൽകുന്ന കാര്യത്തിൽ ഇന്ന് പ്രതികരണം നടത്തിയിരുന്നു. AK ബാലനും സമാനമായ രീതിയിൽ ഈ പേരിടലുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് തിരുവനന്തപുരത്ത് ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേരിൽ 1991-92 കാലയളവിൽ ഒരു റോഡിന് പേരിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും BJP-യും ഒക്കെ ഒരുമിച്ച് കൊണ്ടാണ് അവിടെ ആ ഒരു റോഡിന് ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേര് ഇട്ടത്. അന്നൊന്നും കോൺഗ്രസിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു വർഗീയ കലാപം ലക്ഷ്യമിട്ടാണ് എന്നുള്ളതായിരുന്നു AK ബാലൻ ഇന്ന് പ്രതികരിച്ചിരുന്നത്. ശരി അരുൺ.